നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് മസാല ഇഡ്ഡലി ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പം ഈ ഒരു മസാല ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്തൊന്ന് ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. അതിനുശേഷം കനം കുറച്ച് അരിഞ്ഞ സവോളയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പിട്ട് വേവിച്ചത് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ്, ബീൻസ്, ക്യാബേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഡ്ഡലി പൊടിച്ച് ചേർക്കാം. നമുക്ക് ഇതിനകത്തേക്ക് എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ള മസാലകളെ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കറി ഇല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പം ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാവും. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും നിലക്കടലയും ഒക്കെ കൂടി ഇടാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.